ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ജൂലൈ 1 മുതൽ VVG റാംജി എന്ന് പറഞ്ഞ പുതിയ പദ്ധതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പലരും അൺസ്കിൽഡ് വേജസ് ഇപ്പോൾ എടുത്തു വരുന്നുണ്ടെങ്കിലും പലർക്കും പൈസ കിട്ടിയില്ല. രണ്ടാഴ്ച ജൂലൈ 1 മുതൽ തന്നെ പ്രവൃത്തി പല പഞ്ചായത്തുകളും തുടങ്ങിയിട്ടുണ്ട്. ചില പഞ്ചായത്തുകൾ ഇപ്പോഴും പ്രവൃത്തി നടക്കാത്ത പഞ്ചായത്തുകളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് നിലവിൽ ജൂലൈ 1 ശേഷം എടുത്ത അൺസ്കിൽഡ് വേജസ് ആണ് നിലവിൽ പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരും എന്നുള്ള കാര്യം ആദ്യമേ അറിയട്ടെ. പിന്നെ ജൂലൈന് മുന്നേ എടുത്ത പൈസകളൊക്കെ ഇപ്പോൾ നിലവിൽ കണ്ടിന്യൂസ് ആയിട്ട് പൈസ വന്ന് കൊടുത്തു തീർത്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങളിൽ കുറച്ച് പൈസ പേയ്മെൻറ്റ് പെൻഡിങ് ആയിട്ട് കിടന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അത് തരാനുള്ള ചില തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് മാത്രം വന്നില്ല, ബാക്കി കുറച്ച് പേരുടെ അക്കൗണ്ടിലേക്ക് വന്നു. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ള ഇതുണ്ട്. നിലവിൽ അങ്ങനെയുള്ളതൊക്കെ തരാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം അൺസ്കിൽഡ് വേജസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വരികയും ചെയ്തു. ഈ വർഷത്തെ ഈ ആഴ്ച കൊണ്ട് തന്നെ ജൂലൈ 1 മുതൽ എടുത്തത് ഒരു 14 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളെ അക്കൗണ്ടിലേക്ക് പൈസ കയറും എന്നുള്ള കാര്യം ആദ്യമേ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോബ് കാർഡ്, അതായത് നിങ്ങൾ പണിയെടുത്തതിൻ്റെ എത്ര തൊഴിൽ ദിനമാണോ എന്ന് നോക്കാനുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തൊഴിൽ ദിനം എടുത്തു, ഈ വർഷം ഇത്ര തൊഴിൽ ദിനം എടുത്തു എന്നുള്ള കാര്യം എങ്ങനെ നോക്കാം എന്നുള്ള കാര്യം വീഡിയോയിലൂടെ ഒന്ന് പറഞ്ഞു തരാം ഞാൻ. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ VVG റാംജി എന്ന പുതിയ പദ്ധതിയിലാണ് 125 തൊഴിൽ ദിനം വരുന്നത്. അപ്പം നിലവിൽ പുതിയ പദ്ധതി പ്രകാരമാണ് നിങ്ങൾക്ക് 125 തൊഴിൽ ദിനം. കഴിഞ്ഞ വർഷങ്ങളിൽ ചിലപ്പോൾ ജൂലൈൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ 10, 20, 30, 40 പണിയെടുത്തവരുണ്ടാവും. അപ്പോൾ നിലവിൽ ആ പണി കൂട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതാണ്. നിലവിൽ പുതിയ പദ്ധതിയിലാണ് നിങ്ങൾക്ക് 125 തൊഴിൽ ദിനം, അതായത് ജൂലൈ 1 മുതൽ എടുക്കുന്ന പ്രവൃത്തികൾ മാത്രമേ അതിൽ കണക്കാക്കൂ എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ അതെങ്ങനെ നോക്കാം എന്നുള്ളത് നോക്കാം. അതിനു വേണ്ടി നിങ്ങൾ ഏതെങ്കിലും സെർച്ച് ചെയ്യുന്ന ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രൗസർ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഏതിലാണ് സെർച്ച് ചെയ്യുന്നത് വെച്ചാൽ ആ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിലവിൽ NREG എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ പുതിയ സൈറ്റ് അതൊക്കെ വന്നതിന് ശേഷം നമ്മൾ പുതിയ സൈറ്റിൻ്റെ പേര് വെച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ NREG എന്ന് പറഞ്ഞിട്ട് തന്നെ സെർച്ച് ചെയ്ത്, അതായത് പഴയ നമ്മളെ തൊഴിൽ കാർഡ് എടുക്കാൻ, ജോബ് കാർഡ് എടുക്കുന്നതൊക്കെ രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ മുന്നേ നമ്മൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള ഒഫീഷ്യൽ സൈറ്റിലേക്ക് കയറുന്ന ID ആണ് NREG എന്ന് പറയുന്നത്. അത് തന്നെ അടിച്ച് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. NREG എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അടിച്ച് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഗ്രാമപഞ്ചായത്ത് ഫസ്റ്റ് മഹാത്മാഗാന്ധി NREG എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ മഹാത്മാഗാന്ധി NREG എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരുന്നത്. അതിനുശേഷം നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് പഴയ സൈറ്റിൽ കയറണോ പുതിയ സൈറ്റിൽ VVG റാംജി എന്ന പദ്ധതിയിലുള്ള ഒഫീഷ്യൽ സൈറ്റിലേക്കാണ് കയറേണ്ടതെന്നുള്ള ഒരു മെസ്സേജുകൾ വരും. ആ മെസ്സേജുകൾ വരുമ്പോൾ നിങ്ങൾക്ക് VVG റാംജി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ കാണാം VVG റാംജി വെബ്സൈറ്റ് എന്ന് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് VVG റാംജി പദ്ധതിയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്കാണ് കയറുക. നിങ്ങൾക്ക് അതിൽ റിപ്പോർട്ട് എടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് അവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൽ റൈറ്റ് സൈഡിലായിട്ട് മുകളിലായിട്ട് കാണിക്കുന്നുണ്ട് 3, ആ സെർച്ച് എഞ്ചിൻ്റെ താഴെ ആയിട്ട് കാണിക്കുന്നുണ്ട് 3 വര കാണിക്കുന്നുണ്ട്. ഞാനത് എന്തെങ്കിലും ഒരു റൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ ക്ലിക്ക് ചെയ്താൽ റിപ്പോർട്ട് അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ട് എന്ന് കാണിക്കും. അത് ക്ലിക്ക് ചെയ്താൽ കുറേ റിപ്പോർട്ട്സുകൾ കാണിക്കും. അതിൽ ലോഗിൻ്റെ ഒക്കെ തൊട്ട് മുകളിലായിട്ട് അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ട്സ് എന്ന് കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് റിപ്പോർട്ട് എന്ന് ഏറ്റവും അടിയിലായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് താഴെ സ്റ്റേറ്റ് റിപ്പോർട്ട് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ സ്റ്റേറ്റിൻ്റെ പേരുകളാണ് അവിടെ വരിക. അപ്പോൾ നമ്മൾ കേരളം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് റൈറ്റ് സൈഡിൽ ഞാനൊന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. എല്ലാം ഇതിൽ ക്ലിയർ കുറവായതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ്, ക്ലിയർ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. അതേമാതിരി നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത്, കേരളം സെലക്ട് ചെയ്തതിന് നിങ്ങൾ ഏതാണ് ജില്ല എന്ന് വെച്ചാൽ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേമാതിരി തന്നെ അവിടെ കാണിക്കുന്ന നിങ്ങളുടെ ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെ നിങ്ങളുടെ പഞ്ചായത്തും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഫസ്റ്റ് വരുന്നതിന് R1 ജോബ് കാർഡ് രജിസ്റ്റർ എന്നത് ക്ലിക്ക് ചെയ്യുക. അതിൽ 4ാമത്തെ ജോബ് കാർഡ് എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ എന്നാണ് കാണിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തൊഴിൽ കാർഡും പേഴ്സണൽ പേരുകളൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അതിൽ നിങ്ങളുടെ തൊഴിൽ കാർഡ് നമ്പർ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ നിങ്ങൾ പഞ്ചായത്തിലുള്ള എല്ലാ തൊഴിൽ കാർഡ് നമ്പറും ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ലിസ്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങളോട് തൊഴിൽ കാർഡ് താഴോട്ട് നീക്കി നോക്കിയാൽ ആ ഓർഡറിലാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ മുകളിൽ കാണിക്കുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഫൈൻഡ് എന്ന് അടിച്ചിട്ട് നിങ്ങളുടെ തൊഴിൽ കാർഡ് നമ്പർ മാത്രം അടിച്ചു കൊടുക്കുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഫൈൻഡ് അടിച്ചാൽ നിങ്ങളുടെ തൊഴിൽ കാർഡ് നമ്പർ അടിച്ചു കൊടുത്താൽ അവിടെ നിങ്ങൾ പഞ്ചായത്തിലെ മൊത്തം തൊഴിൽ കാർഡ് നമ്പർ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾ 6/88 ആണെങ്കിൽ 6/88 എന്ന് അടിച്ചു കൊടുത്താൽ ആ തൊഴിൽ കാർഡ് നമ്പർ അവിടെ ലിസ്റ്റ് ചെയ്യും. അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിലവിൽ പുതിയ വിബിജ റാംജി പദ്ധതിയിൽ എത്ര തൊഴിൽ ദിനം എടുത്തുന്നോ അതിൻ്റെ പൈസ കയറിയോ എന്നുള്ള ഡീറ്റെയിൽസൊക്കെ പണ്ട് നോക്കുന്ന മാതിരി തന്നെ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ നിങ്ങളെ തൊഴിൽ കാർഡ് നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരോ ഇവിടെ ലിസ്റ്റ് ചെയ്താൽ യൂട്യൂബ് ഗൈഡ് ലൈൻസിനെതിരായതുകൊണ്ട് അത് വീഡിയോക്ക് ദോഷകരമായി ബാധിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ആ കാര്യങ്ങൾ കാണിക്കാത്തത്. പിന്നെ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പം അതൊക്കെ നല്ലത്. നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രത്തോളമാണ് നിലവിൽ നിങ്ങൾ ജോബ് കാർഡ് എടുത്ത് നോക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. പുതിയ സൈറ്റ് ആയതുകൊണ്ടാണ്, പുതിയ രീതിയിലായതുകൊണ്ടാണ്. ഇത് പഴയ മെത്തേഡ് എടുക്കുന്ന മാതിരി തന്നെയാണ്, പക്ഷേ ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ചെറിയ മാറ്റങ്ങളോട് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ എടുക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാവുന്നതാണ്. തൊഴിലുറപ്പ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മളത് പരിഹരിക്കാൻ നോക്കുന്നതാണ്. നിങ്ങൾക്കിപ്പം പല പേരും നമ്മളോട് അൺസ്കിൽഡ് വേജസ് ജനുവരി മാർച്ചിലത്തൊന്നും വന്നില്ല എന്ന് പറഞ്ഞ് നമ്മളത് ഇഷ്യൂ റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ലിസ്റ്റൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൈസ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിനനുസരിച്ചുള്ള പ്രതിവിധികളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് അൺസ്കിൽഡ് വേജസിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ അടിയിൽ മേറ്റുമാരെ കൂലിൻ്റെ കാര്യം ചോദിച്ചിട്ട് ആൾക്കാരൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ മതിയാവും. പക്ഷേ മേറ്റുമാരെ കൂലി പഴയ പദ്ധതി പ്രകാരമുള്ള ഫണ്ടൊക്കെ നിലവിൽ നൽകി തീർക്കും എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത്. അതായത് നിലവിൽ മഹാത്മാഗാന്ധി എന്താ പറയുക തൊഴിലുറപ്പ് പദ്ധതിയിൽ പെൻഡിങ് ഉള്ള എല്ലാ പൈസയും നിലവിൽ നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ മേറ്റുമാരെ കൂലി അടക്കം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിലവിൽ ആ പെൻഡിങ് ഉള്ള പുതിയ വിബിജ റാംജി പദ്ധതി തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടുള്ള പെൻഡിങ് ഒക്കെ നിങ്ങൾക്ക് നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എത്രയും പെട്ടെന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂലി നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. പുതിയ പദ്ധതി വന്നതിന് ശേഷം അതിൻ്റെ പേയ്മെൻറ്റ് സംവിധാനത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് എങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ ഉള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടാം നിങ്ങൾക്ക്. അപ്പോൾ അൺസ്കിൽഡ് വേജസ് ഒക്കെ ഈ ജൂലൈ മുതൽ ഇന്ന് വരെ എത്രയാണ് പണിയെടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ പേയ്മെൻറ്റൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ആ പേയ്മെൻറ്റ് ഇപ്പോൾ നിലവിൽ പെൻഡിങ് ഉള്ള പൈസകളൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. നമ്മൾ അതിന് വീഡിയോ രൂപത്തിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.